എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ റിസൾട്ട് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികളിൽ +2 പരീക്ഷയിൽ ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഉള്ള +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ മെയ് 15-ാം തീയതി വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. അതായത് മെയ് 15 എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ശനിയും ഞായറും ഒഴിവാക്കി ബാക്കി 4 ദിവസമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷകൾ കറക്റ്റ് ടൈമിൽ തന്നെ, അതായത് 15-ാം തീയതിക്കുള്ളിൽ തന്നെ, അതായത് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു 15-ാം തീയതിക്ക് ശേഷം പിന്നീട് നിങ്ങളോട് അപേക്ഷ സ്കൂളിൽ സ്വീകരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ലേറ്റായിട്ട്, അതായത് സ്വീകരിക്കില്ല എന്നല്ല, പിന്നീട് 600 രൂപ നിങ്ങൾ ഫൈനായിട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള, അതായത് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 175 രൂപ പെർ സബ്ജക്റ്റാണ് സേ പരീക്ഷയ്ക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണ് എങ്കിൽ അതിന് 150 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ പ്രാക്ടിക്കൽ ഉള്ളതാണെങ്കിൽ 175, പ്രാക്ടിക്കൽ ഇല്ലാത്തതാണെങ്കിൽ 150 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് +2 ജയിച്ചൊരു വിദ്യാർത്ഥിക്കാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ജയിച്ച വിദ്യാർത്ഥികൾക്ക്, അത് റെഗുലർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഒരു വിഷയം മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇംപ്രൂവ്മെൻറ്റിന് ഫീസ് വരുന്നത് 500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് കൂടി വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ബയോളജി പരീക്ഷയ്ക്കാണ് സേക്കോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിനോ രജിസ്ട്രേഷൻ ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയോടൊപ്പം, അതായത് ബോട്ടണിയും സുവോളജിയും എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ 2024 മാർച്ചിലെ 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഉന്നത പഠനത്തിന് യോഗ്യത നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ D+ ഗ്രേഡോ അതിന് മുകളിലോ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് അതേ രീതിയിൽ D+ഓ അതിന് മുകളിലോ കിട്ടിയിട്ടില്ല, ആ ഒരു വിഷയങ്ങളൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 2024 മാർച്ചിൽ ആദ്യമായിട്ട് ഈ ഒരു 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും D+ ഗ്രേഡോ അതിന് മുകളിലോ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മാത്രം മെച്ചപ്പെടുത്തുന്നതിനായിട്ട്, അതായത് ഏതെങ്കിലും ഒരു വിഷയം മാത്രം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് പ്രൈവറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2 ഫെയിൽഡായിട്ടുള്ള വിദ്യാർത്ഥികൾ ഏതൊക്കെ വിഷയങ്ങളാണോ ഫെയിൽഡായിട്ടുള്ളത് ആ ഒരു വിഷയങ്ങളൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷനായിട്ട് 175 രൂപയാണ് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്കുള്ള, അതായത് 60 മാർക്കുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന് 175 രൂപയാണ് ഫീസ് വരിക ഒരു വിഷയം എഴുതാനായിട്ട്. അതുപോലെ തന്നെ എത്ര വിഷയങ്ങളാണോ എഴുതുന്നത് അതിന് 175 ആ ഒരു സബ്ജക്റ്റിൻ്റെ എണ്ണം +40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ 150 രൂപയാണ് ഒരു വിഷയത്തിന് ഫീസ് വരുന്നത്. ആ ഒരു വിഷയം എത്ര പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ എഴുതുന്നോ ആ ഒരു വിഷയത്തിൻ്റെ എണ്ണം × 150 എന്ന് അതായത് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു വിലയാണ് നിങ്ങൾക്ക്, അതായത് ആ ഒരു ഫീസാണ് നിങ്ങൾ അടക്കേണ്ടി വരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കെമിസ്ട്രിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിനുമാണ് തോറ്റത് എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു കെമിസ്ട്രിക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 175 രൂപയാണ്. അപ്പോൾ 175ഉം ഈ ഒരു ഇംഗ്ലീഷിന് വരുന്ന ഫീസ്, അതിന് പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് 150 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ടോട്ടൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് 325 രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ ഈ ഒരു 325, അതായത് 325 + 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അപ്പോൾ ഈ ഒരു ഫീസാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് വരിക. ഇതേ രീതിയിൽ നിങ്ങൾ എഴുതുന്ന പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 175ഉം അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്തതിന് 150 രൂപയുമാണ് ഫീസ് വരിക. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് ബോട്ടണിയും സുവോളജിയും എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ 2024 മാർച്ചിലെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുപോലെ നിങ്ങൾ
2023 +1 കമ്പാർട്ട്മെൻ്റൽ വിഭാഗമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ +2 മാർച്ചിലെ പരീക്ഷയ്ക്ക് 2024 രജിസ്ട്രേഷൻ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ ഒരു അതായത് TE മാർക്ക് നിങ്ങൾ നേടിയിട്ടില്ല എങ്കിൽ, അതായത് TE മാർക്കിൽ മിനിമം മാർക്കായിട്ടുള്ള 36 48 കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു +2 പരീക്ഷയ്ക്ക് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് സേ പരീക്ഷ എഴുതേണ്ടതാണ്. അതിനുശേഷം +1 കുറവുള്ള മാർക്ക് കൂടി ആ ഒരു സേ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാക്ടിക്കൽ പരീക്ഷ 2024 ജനുവരി ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 29, 30 തീയതികളിലായിട്ട് ഓരോ ജില്ലയിലെയും ഒറ്റൊരു സെൻറ്റേഴ്സിൽ വെച്ച്, അതായത് ഓരോ ജില്ലയിലും ഒരു പ്രാക്ടിക്കലിനായിട്ടുള്ള എക്സാം സെൻറ്ററാണ് ഉണ്ടാവുക. ആ ഒരു സെൻറ്ററിൽ വെച്ച് നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സെൻറ്ററിൽ അതേ സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ ഉണ്ട് എങ്കിൽ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഓൾറെഡി അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ പോയിട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഇനി ഈ ഒരു അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു അപേക്ഷ നൽകാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 15-ാം തീയതി, മെയ് 15-ാം തീയതിയാണ്. പിന്നീട് 600 രൂപ ഫൈനോടുകൂടി 17-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതായത് മെയ് 17-ാം തീയതി വരെ അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഈ ഒരു അതായത് ഫൈനില്ലാതെ ഈ ഒരു മെയ് 15-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപേക്ഷ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോം കിട്ടും. ആ ഒരു ഫോമിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസ് നൽകി നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും സിഗ്നേച്ചർ ഇട്ട ശേഷം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ നിങ്ങളുടെ +2വിൻ്റെ നിങ്ങൾ ഓൺലൈനായിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ ഒരു കോപ്പി കൂടി, അതുപോലെ തന്നെ നിങ്ങൾ എത്ര വിഷയമാണ് സേ പരീക്ഷ എഴുതുന്നത് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നത്, അതായത് ഇമ്പ്രൂവ്മെൻ്റ് ഒരു വിഷയം മാത്രമാണ് എഴുതാൻ സാധിക്കുക. ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ റെഗുലർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര വിഷയമാണ് എഴുതുന്നത്, അതായത് ഇമ്പ്രൂവ്മെൻ്റ് ആണോ അല്ലെങ്കിൽ സേ ആണോ, എത്ര വിഷയങ്ങളാണ് എഴുതുന്നത്, ആ ഒരു വിഷയത്തിനനുസരിച്ചുള്ള ഫീസും 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും സഹിതം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എക്സാമിനേഷൻ്റെ ഏകദേശം 3 ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു എക്സാം, അതായത് ആ ഒരു അഡ്മിറ്റ് കാർഡിൻ്റെ, അതായത് ഹോൾ ടിക്കറ്റിലെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ജൂൺ 10-ന് ശേഷം അല്ലെങ്കിൽ ജൂൺ 5-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ ആ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്ക് ഹാജരാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.